ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആണ്. സമയം ഒരു 7:15 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എണീറ്റത്. ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നു. താഴെ ആരും എണീറ്റില്ല തോന്നുന്നുണ്ട്. താഴേക്ക് ചെന്നിനില്ല. ഇന്ന് പിന്നെ മക്കൾക്കും ദീപാട്ടിനൊന്നും പോകണ്ട. പപ്പ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക ചെയ്യുക. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സമാധാനത്തിലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവും. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകും. ദീപാടെ കൊണ്ടാക്കി തരും. നാളെ ദീപാടെ തിരിച്ചു വരും. എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി. കണ്ണൂർ എസ് എൻ കോളേജിലാണ് സെൻറ്റർ വരുന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നും പാക്ക് ചെയ്തിനൊന്നുമില്ല. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ 2 ദിവസം മുന്നേ ഒക്കെ പാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഇതെന്തോ മടി പിടിച്ചിട്ട് മതി, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചക്കത്തെ കുക്കിങ്. ഇനിയിപ്പോൾ എല്ലാം രാവിലെ ഇപ്പോൾ ലൈറ്റ് എണീറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചക്കത്തെ പരിപാടി, ഫുഡിൻ്റെ ഒക്കെ നോക്കുക. പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് പോയി വന്നിട്ടായിരിക്കും, അത് കൺഫേം ആയിട്ടില്ല, ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പോവായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഞാൻ താഴേക്ക് വന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പോൾ അമ്മ മാത്രമേ എണീറ്റുന്നുള്ളൂ. ചേച്ചി മക്കളൊന്നും എണീറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്മാവാണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് രാവിലെ നമ്മളെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്മാവ്. അപ്പോൾ നമ്മളിപ്പോൾ അധികം ലേറ്റായിട്ടൊക്കെ എണീറ്റാൽ മതി. വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല, എവിടെയും പോകുന്നു വേണ്ടെങ്കിലൊക്കെ നമ്മളധികം റവ ഉപ്മാവ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. ചെറിയൊരു വെയിലുണ്ട്, അപ്പോൾ നല്ല രസമുണ്ട് വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി അടുക്കളയിലേക്ക് പോയി. റവ ഉപ്മാവാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റവ ചൂടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഏച്ചീൻ്റെ കൂടെ തന്നെ നന്നു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓൻ അങ്ങനെ അവിടെ ഏച്ചീൻ്റെ കൂടെ തന്നെ മേശയിൽ ഇരുന്നിട്ട് അവർ രണ്ടാളും കൂടി കോളിഫ്ലവർ നന്നാക്കുകയാണ്. നമ്മൾ തലേന്ന് ഒരു കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാന്നുള്ളതുകൊണ്ട് ഏച്ചി അതിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു പോയി കുളിച്ചിട്ടാണ് ഞാനിപ്പം കുറച്ചായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കുളി കഴിയലുണ്ട്. അതാവുമ്പം പിന്നെ ഉച്ചയ്ക്കല്ല, അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടാകുമ്പോഴേക്ക് പിന്നെ മടിയാവും. പിന്നെ വൈകുന്നേരം കുളിക്കാനൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് അധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കലുള്ളൂ. അപ്പോൾ പപ്പ വരുമ്പോഴേക്ക് കുളിച്ച് വന്നാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് വന്നു, ജസ്റ്റ് ഒരു പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി ഇനി താഴേക്ക് ചെല്ലട്ടെ. പപ്പ വന്നിട്ടുണ്ടാവില്ല. പപ്പ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. പപ്പ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നൂൽപുട്ടും ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് നൂൽപുട്ടും പാലുമാണ് കൊടുത്തത്. നമ്മളെല്ലാവരും ഉപ്മാവും പഴവും പപ്പടവും കൂടി കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഓരോ ഗ്ലാസ് ബൂസ്റ്റും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ചുണ്ട് നമ്മളിരുന്ന് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ മുകളിലേക്ക് വന്നേ. അപ്പോൾ എനിക്കിനി പാക്കിങ് ചെയ്യണം. ഇനി ലേറ്റാക്കിയാൽ ശരിയാവില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ എനിക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ സമാധാനമില്ല, പിന്നെ ടെൻഷനാവും. എന്തെങ്കിലും മറന്നോ എന്ന്, പ്രത്യേകിച്ച് ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം എടുത്ത് ബെഡിൽ നിരത്തി വെച്ചതിന് ശേഷം എല്ലാം ആയോ നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യട്ടെ പാക്കിങ്. എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മൊത്തം ഞാൻ കട്ടുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുണ്ട്. ലാപ്ടോപ്പ്, ബുക്ക്, പിന്നെ ഡ്രസ്സ്, ഫയല്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ കൂടിയിട്ട് ബാഗിലേക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യട്ടെ. ഞാൻ ആദ്യം തന്നെ എനിക്ക് വേണ്ടുന്ന ബുക്ക്, ഫയല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒരൊറ്റ ബാഗിലാണ് ആക്കിയിട്ടുണ്ടായത്. എന്നിട്ടും രസം എന്താ വെച്ചാൽ ഞാൻ കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അത് മനസ്സിലായത്. അപ്പോൾ പക്ഷേ എൻ്റെ മേമ അങ്ങനെ വരുന്നതുകൊണ്ട് ഏട്ടൻ മേമേൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ചെയ്തിട്ടുണ്ടായത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം ദിവസമായി എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇങ്ങനെ നീണ്ട് പോവുകയായിരുന്നു ചെയ്യുന്നുണ്ടായത്. അങ്ങനെ എനിക്ക് വേണ്ടുന്ന അതിൻ്റെ പെൻസില്, പെന്ന്, കാര്യങ്ങൾ, ഹോൾ ടിക്കറ്റൊക്കെ കറക്റ്റായിട്ട് ആ ബാഗിൽ തന്നെ എടുത്ത് വെച്ചു.
ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. അതൊക്കെ കൂടി ഞാൻ സാധാരണ നാട്ടിലേക്ക് വന്ന് പോകുമ്പോൾ എടുക്കുന്നൊരു ബാഗ് ഉണ്ട്, ഒരു ക്യാരി ബാഗ്. അപ്പോൾ അതിൽ കൊള്ളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അതിൽ കൊള്ളുന്നുണ്ടായിട്ടില്ല. കുറച്ചും കൂടി സാധനങ്ങൾ അധികം ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്കിങ്ങനെ 8 ദിവസം എക്സാമിന് പോയി വരുമ്പോൾ ഇടേണ്ട ഡ്രസ്സ്, അല്ലാണ്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ഇവിടുന്ന് അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്മേൻ്റെ കൂടെ ടൗണിലൊക്കെ പോകുമ്പോൾ ഇടേണ്ടിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഐലൈനർ, അങ്ങനത്തെ കുറേ പൗച്ച്, അങ്ങനത്തെ ഉള്ള പൗച്ച്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെരുപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് ഈ പാക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ പോകുന്ന ടൈം തൊട്ടിട്ട്, അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ ഞാൻ ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആരെയും ഒരു സാധനം എടുക്കാനും വിടില്ല. ഞാൻ കറക്റ്റ് ലിസ്റ്റൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെച്ചതായിരിക്കും. അതേപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴും ഞാൻ അതേപോലെ ചെയ്തത്. എനിക്ക് വീട്ടിൽ ഉള്ള അതേ സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട്, അത് എനിക്ക് തോന്നുന്നു ഞാൻ 2 ആഴ്ച മുന്നേ അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒന്നും എടുക്കുകയും പുറത്തേക്ക് വെക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോണ്, ചാർജർ ഒക്കെ പോകാനാകുമ്പോൾ എടുത്ത് വെച്ചാൽ മതി. കാണിച്ചു തരാം. ഇതിലാണ് ഫുള്ള് ബുക്സ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ലാപ്ടോപ്പും, ഇത് ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ എടുക്കേണ്ട ബാഗാണ്. പിന്നെ ഇതിലാണ് ബാക്കി എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഞാൻ അതിൽ കൊള്ളിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേങ്കിൽ അതിൽ കൊണ്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒക്കെ ഇതിൽ പാക്ക് ചെയ്ത്. ഇനി ഇതെൻ്റെ ഐലൈനർ, കൺമഷി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള പൗച്ചാണ്. പിന്നെ ചാർജർ, ഇത്രയും സാധനങ്ങളും കൂടി എടുത്ത് വെച്ച് ഞാൻ പാക്കിങ് കംപ്ലീറ്റ്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ചെറിയൊരു ഉറക്കപ്പിച്ചിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോകുന്നത് ഇവിടെ നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവർ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉദ്ഘാടന രാവിലെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയാകുമ്പോഴാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. അമ്മയും മക്കളൊക്കെ, അമ്മയും ചേച്ചിയും മക്കളൊക്കെ റെഡി ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോവും. അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ബത്തക്ക ജ്യൂസും പിന്നെ ഒരു ചോക്ലേറ്റും തന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മരത്തിൻ തോട്ടിൽ നിന്നായിരുന്നു തോന്നുന്നുണ്ട് ഷോപ്പിൻ്റെ നെയിം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഷട്ടിലൊക്കെ കളിച്ചു. ഷട്ടിൽ ബാറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ കളിക്കാനും നിന്നിട്ടില്ല. പക്ഷേ ഇത് നന്നു വന്ന് വിളിച്ചപ്പോൾ അങ്ങനെ എണീറ്റ് പോയതാണ്. അങ്ങനെ ഞാനും ദീപുവാട്ടനും കുറച്ച് സമയം കളിച്ചു. അത് കഴിഞ്ഞിട്ട് മക്കൾ വന്നപ്പോൾ നന്നുവും ധാർമ്മിയും ഒക്കെ കൂടിയിട്ട് കളിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഷട്ടിലൊക്കെ കളിച്ച് മക്കളൊക്കെ കൂടിയിട്ട്, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കല്യാണത്തിൽ പോകാനുണ്ട്. 6:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം. ഈ 5:45 ആയി. അപ്പം ഞാനൊന്ന് ഫ്രഷായി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ളായിട്ട് പിന്നെ കാണിച്ചത്. ഇനിയിപ്പോൾ റെഡി ആവണം, മുടിയൊക്കെ കെട്ടണം. അപ്പോൾ വേഗം റെഡി ആവട്ടെ. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സമയം കുറച്ച് ബാക്കിയുണ്ട്, 6:15 ആവാന്നേ ഉള്ളൂ. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇട്ടിട്ട് നല്ല സുഖമുണ്ട്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. പറ്റുകയാണെങ്കിൽ 2 ഫോട്ടോസ് എടുക്കണം. കല്യാണ വീട്ടിൻ്റെ അവിടെ കുറച്ച് പാർക്കിംഗ് സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് പോയത്. പപ്പയും അമ്മയും കൂടി ഒരു വണ്ടിയിൽ പോയി, നന്നു ഏച്ചിയും കൂടി സ്കൂട്ടിയിൽ പോയി, ഞാനും ദീപുവാട്ടനും ധാർമ്മിയും കൂടിയിട്ട് ബുള്ളറ്റ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ കഷ്ടപ്പെടുകയായിരുന്നു ഒന്ന് വെളിച്ചം വരണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വണ്ടിയിലിരുന്നിട്ട്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് എത്തി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരോടൊന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടിയിട്ട് നേരെ പോയി. അത്യാവശ്യം തിരക്കേ ഉണ്ടായിട്ടുള്ളൂ, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാല ഇടുന്ന സമയം ആയതുകൊണ്ട് തന്നെ കൂടുതലും വെജിൻ്റെ സൈഡിലായിരുന്നു തിരക്ക്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. ഞാനും പപ്പയും നന്നു കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറുന്നില്ല, വേഗം തന്നെ മുടി ഒന്ന് പിടിച്ച് കെട്ടിയിട്ട് വേഗം തന്നെ ഇറങ്ങുക. കുറേ പെട്ടികളൊക്കെ താഴെ കൊണ്ടുവച്ച് ഇനിയിപ്പോൾ ലാബ് ബാഗും കുറച്ച് ബാഗ് മാത്രമേ ഉള്ളൂ. 8:30 ആകുമ്പോഴേക്കൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും 11 മണിയാവും എത്താൻ. എന്നാലും മാക്സിമം വേഗം എത്താൻ നോക്കാമല്ലോ. അപ്പം വേഗം ഇറങ്ങാൻ നോക്കട്ടെ.
ഞാനങ്ങനെ വീട്ടിലെത്തി. സമയത്രയായി എടാ, സമയത്രയായി? 11 മണിയാവാനായി. കുറച്ച് സാധനങ്ങളെ എടുത്തുള്ളൂ, എല്ലാം കൂടി എടുത്തില്ല, ബാക്കി നാളെ എടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.